വെൽക്കം ബാക്ക് ടു മല്ലു ഫുട്ബോൾ. ഡിസാസ്റ്റർ ഫ്രം ആർസണൽ. അങ്ങനെ അവസാനത്തെ പ്രതീക്ഷയും അവസാനിച്ചു. ഇനിയൊരു തിരിച്ചുവരവില്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. പ്രീമിയർ ലീഗ് സീസണിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള മാച്ചിൽ വെസ്റ്റ് 1-0 ആർസണൽ പരാജയപ്പെട്ടു. വളരെ വളരെ ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് നമ്മൾ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ മാച്ചിൽ എങ്ങനെയെങ്കിലും ജയിക്കേണ്ടത് ആർസണൽ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഫാക്ടർ ആയിരുന്നു. എന്നാൽ സ്റ്റാറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 20ഓളം ചാൻസുകൾ ആർസണൽ ക്രിയേറ്റ് ചെയ്തു. 2 ഷോട്ടുകൾ മാത്രമേ ടാർഗറ്റിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞുള്ളൂ. 68% ബോൾ പൊസിഷൻ ആർസണലിന്റെ കയ്യിലായിരുന്നു. പക്ഷേ ഈ പൊസിഷൻ വെച്ചിട്ട് ഫൈനൽ തേർഡിൽ കാര്യമായിട്ടൊന്നും ആർസണലിന് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് വസ്തുതയാണ്. നമുക്കിവിടെ വെസ്റ്റ് ഹാമിന് ക്രെഡിറ്റ് കൊടുത്തേ മതിയാവൂ. അവര് ലോ പൊസിഷൻ വെച്ചിട്ട് തന്നെ കളിയിൽ പിടിച്ചു നിന്നു. ഫസ്റ്റ് ഹാഫിന്റെ അവസാന ഘട്ടത്തിൽ ജെറാർഡ് ബോയിന്റെ ഒരു ബ്രില്യൻ ഹെഡറോടെ 1-0 ലീഡിലേക്ക് വെസ്റ്റ് ഹാം എത്തുകയാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ലൂയിസ് കെല്ലിയുടെ ഒരു റെഡ് കാർഡ് കൂടി വന്നതോടെ കളി കയ്യിൽ നിന്ന് പോയി എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ഓപ്പർച്യൂണിറ്റി സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു ടാക്കിളിൽ ലൂയിസ് കെല്ലിക്ക് വരേണ്ടി വന്നു. വാർ ഇന്റർവ്യൂയും ചെയ്തു. അങ്ങനെ പുള്ളിക്ക് റെഡ് കാർഡ് കിട്ടുകയും ചെയ്തു. 11 പേരെ വെച്ചിട്ട് ഗോൾ അടിക്കാൻ പറ്റുന്നില്ല. 10 പേരായതോടെ കളി തീർന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇവിടെ ആരെയാണ് നമ്മൾ ബ്ലെയിം ചെയ്യേണ്ടത്? കഴിഞ്ഞ ഒരു 3 സീസൺ നോക്കിക്കഴിഞ്ഞാൽ റിവൈവൽ ഫാൻസ് ഒക്കെ പറയുന്നത് ആർസണൽ ആ ഒരു മെന്റാലിറ്റി ഇല്ല. പല ക്രൂഷ്യൽ ആയിട്ടുള്ള മാച്ചിലും ആർസണൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നു. ഇന്നത്തെ മാച്ചിൽ അത് അണ്ടർലൈൻ ചെയ്യുന്ന ഒരു പെർഫോമൻസ് ആണ് കണ്ടത്. ലിവർപൂളുമായിട്ടുള്ള പോയിന്റ് ഗ്യാപ്പ് 8 പോയിന്റിലേക്ക് വന്നു. ഇനി ലിവർപൂളിനെ ക്യാച്ച് ചെയ്യുന്ന കാര്യം വളരെ വളരെ സംശയമാണ്. എനിക്ക് തോന്നുന്നു അവർക്കൊരു ഹോം റൺ തന്നെ വരുന്നു എന്ന് പ്രതീക്ഷിക്കേണ്ടി വരും. ഇപ്പൊ കഴിഞ്ഞ 3 സീസണായിട്ട് ആർസണലിന്റെ ബോർഡ് നല്ല രീതിയിൽ തന്നെ ആർസണലിനെ ബാക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ക്രൂഷ്യൽ സ്ട്രൈക്കറെ സൈൻ ചെയ്യാൻ ആർട്ടറ്റയും ബോർഡും മടിച്ചു നിന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അതായിരുന്നു ആർസണലിന്റെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള പോയിന്റ്. ഇസൂസിനെ കൊണ്ടുവന്നു. ഇപ്പോൾ കായ വേർഡ്സ് കളിക്കുന്നുണ്ട്. ഇപ്പൊ മാർട്ടിനെലിയും ബുക്കായ സാക്ക ഇവരൊക്കെ ഇഞ്ചേർഡ് ആയിട്ട് പുറത്താണ്. പല ടീമിലും ഇഞ്ചുറി കൺസേൺസ് ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഈ ടീമിനെ വെച്ചുകൊണ്ട് വെസ്റ്റ് ഹാമിനെതിരെ റിസൾട്ട് കൊണ്ടുവരേണ്ടത് വളരെ വളരെ അത്യാവശ്യമായിരുന്നു. ആർട്ടറ്റ ട്രൈ ചെയ്തു. പ്ലേയേഴ്സിന്റെ മെന്റാലിറ്റി ഇഷ്യൂ ആണോ അല്ലെങ്കിൽ ടാക്ടിക്കൽ ഇഷ്യൂ ആണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. കാരണം 1-0 തോൽക്കുക എന്ന് പറയുന്നത് ഈ ഒരു അവസരത്തിൽ തീരെ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു റിസൾട്ട് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ഇപ്പൊ ബോർഡിന്റെ സൈഡിൽ നിന്ന് മിഡ്ഫീൽഡിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വന്നു. 1-2 പ്ലേയേഴ്സിനെ ഡിഫൻസിലേക്ക് അവർ വാങ്ങി. എന്നിട്ട് പോലും എന്തുകൊണ്ട് റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ ഫുൾ ടീം ആണെങ്കിൽ ചിലപ്പോൾ റിസൾട്ട് വന്നേനെ. ഇഞ്ചുറി ഞങ്ങളെ തകർത്തെറിഞ്ഞു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ അത് മാത്രമാണ് പ്രശ്നം. ഫുൾ ടീം കളിച്ചപ്പോഴും പല വീക്ക്നെസ്സും ആർസണൽ സൈഡിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ബുക്കായോ സാക്കയെ ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ നമ്മൾ കണ്ടായിരുന്നു. പുള്ളി പോയതോടെ റൈറ്റ് വിങ്ങിൽ നിന്നുള്ള ഗോള് തീരെ നിന്നു എന്ന് തന്നെ പറയേണ്ടി വരും. സെറ്റ് പീസിൽ ഓവർ ഡിപ്പെൻഡന്റ് ചെയ്യുന്നു എന്നുള്ള മറ്റൊരു ചോദ്യം നമ്മൾ കേൾക്കുന്നുണ്ട്. സെറ്റ് പീസിന് ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട്, പക്ഷേ സെറ്റ് പീസിന് മാത്രം ഗോൾ വന്നാൽ മതിയോ എന്നുള്ള ചോദ്യം അതിനുശേഷം വന്നു. പിന്നീട് പല പ്ലേയേഴ്സിനെയും ഔട്ട് ഓഫ് പൊസിഷൻ കളിപ്പിക്കുന്നു എന്നുള്ള ഒരു കമന്റ് നമ്മൾ കണ്ടായിരുന്നു. അതും ഒരു പരിധിവരെ ടീമിന്റെ സ്ട്രക്ചറിനെ എഫക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ഇഷ്യൂസ് ആണ് ആർട്ടറ്റ ഹാൻഡിൽ ചെയ്യുന്നത്. കിട്ടിയ ടീമിനെ വെച്ചിട്ട് അവർ കളിച്ചു. പക്ഷേ ഇനി ഒരു സീസൺ ആർട്ടറ്റയ്ക്ക് കൊടുക്കുമോ എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. കാരണം ബോർഡിന്റെ സൈഡിൽ നിന്ന് ഒരു മെന്റാലിറ്റി ഇഷ്യൂ, ഒരു മെന്റൽ ബ്ലോക്കർ ടീമിന്റെ സൈഡിൽ നിന്ന് കാണുന്നുണ്ട്. അത് ഓവർകം ചെയ്യാൻ ആർട്ടറ്റയെ പോലുള്ള കോച്ചിന് സാധിക്കുമോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായിട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. ആർസണൽ ചിലപ്പോ ഈ വർഷം കപ്പൊന്നും നേടാനുള്ള ഓപ്പർച്യൂണിറ്റി കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ UCL ബാക്കിയുണ്ട്. പക്ഷേ റയലിനെ പോലുള്ള ടീമൊക്കെ ക്വാർട്ടർ ഫൈനലിൽ ചിലപ്പോൾ ആർസണലിനെ കാത്തിരിക്കേണ്ടി വരും. അതൊക്കെ മാറ്റിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റുമോ എന്നുള്ള ചോദ്യമുണ്ട്. ഡൊമസ്റ്റിക് കപ്പിൽ നിന്ന് ഓൾറെഡി പുറത്തായി കഴിഞ്ഞു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.